ഞാൻ പോയിട്ട് വരാം കേട്ടോ. അല്ല ബിച്ചു, കരോളിന് പാടാൻ പോണ പാട്ടൊന്ന് പാടി. എന്നാ പിടിച്ചോ. തെമ്മ തെമ്മ തെമ്മാടിക്കാറ്റേ. എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട്? ഈ പാട്ടാണ് പാടുന്നതെങ്കിൽ ആൾക്കാരുടെ കൈ നടി കൊള്ളും നിനക്ക്. നോക്കിക്കോ. ഓ, ഒരു കാര്യത്തിന് പോകുമ്പോ എന്തെങ്കിലും നല്ല വർത്താനം പറഞ്ഞൂടെ? എന്തായാലും ഞാൻ പോയിട്ട് വരാം. ഈ പാട്ടിന് എന്താ കുഴപ്പം? ഞാനിത് തന്നെ പാടും. ഈ വീട്ടിലൊന്ന് കയറി നോക്കാം. ക്രിസ്മസ് ആയിട്ട് അടച്ചു പൂട്ടിയിട്ടേക്കാണല്ലോ. ഇനി അമ്മാള് പറഞ്ഞ പോലെ തല്ല് കൊള്ളാൻ നിൽക്കണ്ട, മര്യാദക്ക് പാടിയേക്കാം. അതിലെ മിന്നൊരാനന്ദ സാഫല്യമായി ഉണ്ണിയേശു പിറന്നല്ലോ, ഉണ്ണിയേശു പിറന്നല്ലോ. ആരും പുറത്തു വരുന്നില്ലല്ലോ. മറ്റേ പാട്ട് തന്നെയാ നല്ലത്. തെമ്മ തെമ്മ തെമ്മ. ഓ ഓ പട്ടി, അയ്യോ ദൈവമേ കർത്താവേ, ഈ പാട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞാ പോരെ. ഓ, ഈ പട്ടി എന്നെ കടിച്ച് കീറുന്ന തോന്നണേ. എസ്കേപ്പ് അടിക്കാം. കർത്താവേ എന്നെ രക്ഷിക്ക്. അയ്യോ അയ്യോ, എന്റെ പുറമൊക്കെ കടിച്ച് മാറ്റി. അയ്യോ, പഠിച്ചോനെ, വണ്ടി മൊത്തത്തിൽ നക്ഷത്രം വാങ്ങിക്കാൻ വന്നേനാ. ആരാണ്? ആ കാതറേ, ഞാനാണ് ഗോപൻ. പഠിച്ചോനെ തള്ളു ഗോപൻ. എന്താണ് ഗോപ വേണ്ടത്? കാതറേ, ക്രിസ്മസ് അല്ലേ, നക്ഷത്ര സാധനങ്ങളൊക്കെ വേണം. വീട് മൊത്തം അലങ്കരിക്കണം. ഈ ചെരുക്ക് ഇവിടെ ഉള്ള എന്താണോ ചെക്ക് എടുക്ക്. അല്ല ഗോപ, അന്റെ മരുമമ്മ നിന്നല്ലേ ഒരു ബൊമ്മനെ 5-6 നക്ഷത്രം കൊണ്ടുപോയിട്ടുണ്ടായില്ല. ഒന്നും വീട്ടിൽ എത്തിയില്ലേ? ആ കിട്ടി കിട്ടി. നിന്റെ സഹായി ഷൺമുഖനാണ് കിട്ടിയതെന്ന് മാത്രം. ബിച്ചുവിനെ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് എത്തിയില്ലേ അവൻ? ഓനിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ. പിന്നെ നമുക്കൊരു 300 രൂപ തരാനും ഉണ്ട്. ഇന്നലെ കൊണ്ടുപോയതിന്റെ ബാക്കി. അവൻ കരോളിൽ നിന്ന് പറഞ്ഞ് കുറെ നേരം ആയല്ലോ പോയിട്ട്. ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടാവുന്നു. അവനെയും കൊണ്ട് വേണം വീട്ടിൽ പോവാൻ. ഓനിങ്ങി ഇങ്ങോട്ട് വരുമെന്ന് തോന്നണില്ല. നമുക്ക് 300 രൂപ തരാനുള്ളതല്ലേ, അന്റെ അല്ലേ മരുമോൻ. ആ കൂട്ടത്തിൽ ഇതും കൂടി കിടക്കട്ടെ. ഒരു കാര്യം ചെയ്യും, ആ ഗിഫ്റ്റും സാധനങ്ങളൊക്കെ ഇട്. പിള്ളേരെ വീട്ടിലുള്ളതാ, അവർക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. നമ്മളെന്തായാലും ഈ കട പൂട്ടാൻ പോണ്. അതിനെ പോലുള്ള ഒരു കാശുകാരനില്ലല്ലോ. എന്തായാലും ഈ കടയിലുള്ളത് മൊത്തം നീ കൊണ്ടോക്കോ. നിന്റെ വീടെങ്കിലും നന്നാവട്ടെ. എന്നാ ഈ ബൊമ്മയും പിടിക്കും. ഈ കളിപ്പാട്ടങ്ങളൊക്കെ കൊണ്ടോക്കോ. ഇജെന്താണ് ഗോപ മേലോട്ട് നോക്കിക്കണത്? ആരോ നിലവിളിക്കുന്ന സൗണ്ടുകളെ. നീയാണോ കാതറെ കരഞ്ഞത്? ഞമ്മളിപ്പ കരയും. ഞമ്മളെ രണ്ടാമത്തെ കരയാണ് ഈയൊക്കെ കാരണം പൂട്ടാൻ പോണത്. കരഞ്ഞത് ഞാനാ ബാബാ. പട്ടി കഴിച്ചു ബാബാ. മോനെ ബിച്ചു, നീയോ? നീ പട്ടിയുടെ മുന്നിലാണോ കരോള് പാടാൻ പോയത്? പട്ടിയുടെ മുന്നിലല്ല ബാബാ, വീടിന്റെ മുന്നിലാ കരോള് പാടിയത്. പിന്നെ പട്ടിയുണ്ടായത് ഞാൻ കണ്ടില്ല ബാബാ. ആട്ടെ, ഈ ഏത് പാട്ടാണ് പാടിയത്? ഈശ്വര പൊന്നു മോനെ, നിന്റെ ജീവൻ തിരിച്ചിട്ടിയത് ഭാഗ്യം. പട്ടിയാടി ഉണ്ടതുകൊണ്ട് ഇത്രയും പറ്റിയുള്ളൂ. എല്ലാ മനുഷ്യന്മാരും കേട്ടിരുന്നെങ്കിൽ നിന്നിപ്പൊ കൊന്നാനെ. നീ ഇവിടെ നിക്കല്ലേ, വേമ്പാ പോവാം. ശരി മാമ. എന്നാലും ആ പാട്ടിന് എന്താ മാമ കുഴപ്പം? ക്രിസ്മസ് ഒക്കെ അല്ലേ മോനെ, എന്തോരം നല്ല പാട്ടുണ്ട്. നീ എന്തിനാ ഈ പാട്ട് തന്നെ പാടാൻ പോയത്? ഇത് 2022 ക്രിസ്മസ് അല്ലേ, അപ്പൊ ഞാൻ 2022 ട്രെൻഡിങ് ആയ ഒരു പാട്ട് പാടിയതാ മാമ. അവന്റെ ഒരു ട്രെൻഡിങ്. പൊന്നു കാതറ, ഞാൻ ഇവിടെയും കൊണ്ട് വേഗം പോട്ടെ, അല്ലെങ്കിൽ നാട്ടാരിടി ഞാൻ കൊള്ളേണ്ടി വരും. ശരി ശരി. ഓനി വല്ല നല്ല പാട്ട് ഇജ്ജ് പഠിപ്പിച്ചു കൊടുക്ക് പോവാ. ശരി ശരി. മോനെ ബിച്ചു, നീ പിടിച്ചിരുന്നോ. കരോളിനൊക്കെ പാടാൻ പറ്റിയ നല്ല പാട്ട് ഞാൻ പാടിത്തരാം. മഞ്ഞ് പെയ്യണ മനം കുളിരണ പാതിരാത്രി നേരം ബത്ലഹേമിൽ ഉണ്ണി പിറന്നു. അമ്മേ, ഓ മാമന്റെ കാല്. ഇതിലും ഭേദം വണ്ടി കയറി മരിക്കുന്നതായിരുന്നു. അയ്യ മോനെ, അനക്കുവല്ല പറ്റിയ? ഇല്ല, എന്റെ കയ്യിൽ അതിലും നല്ല പാട്ടുണ്ട്. കാലി തൊറ്റിയില് പെർന്നോനെ അല്ല കാലി. എന്റെ പൊന്നു അതർക്ക് എന്നെ വിട്ടേക്ക്. ഞാൻ ഈ വണ്ടി കയറി എങ്ങനെയെങ്കിലും വീട്ടിലെത്തിക്കോട്ടെ. ഓ നിർത്ത് മാമ, നിർത്ത്. ഇനി ഇവിടെ നിന്ന് വേണ്ടിക്കാൻ വയ്യ, അതുകൊണ്ടാ. എന്താ വെച്ചു കരോളിന് പോയിട്ട് ആകെ കീറി പറഞ്ഞാണല്ലോ വരവ്? എന്ത് പറ്റി? പട്ടി കടിച്ചോ? അതെങ്ങനെ മനസ്സിലായി? അത് നിന്റെ ഇവിടെ നിന്നുള്ള പോക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. ഒന്നില്ലെങ്കിൽ പട്ടി കടിക്കും, അല്ലെങ്കിൽ നാട്ടുകാരടിക്കും. ഇല്ല പിടിച്ചോ, എന്നോട് കളിച്ച് ഇങ്ങനെ ഇരിക്കും. എന്താ 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 മക്കളെ തല്ലുപിടിക്കല്ലേ? എന്താ ഇത് ബിച്ചു? അവന്റെ ഒരു കോലും കുന്ത്രാണ്ടോ ഒക്കെ അവിടെ മാറ്റി വെക്ക്. വാ, ക്രിസ്മസിന് നമുക്ക് വീടൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. അത് കഴിഞ്ഞ മാമന്റെ ക്രിസ്മസ് പാട്ടും ഉണ്ടാവും. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടാവണേ. ഞാൻ പോട്ടെ. അതെന്താ മോനെ, ഈ സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് ഈ വീടൊക്കെ ഒന്ന് അലങ്കോലമാക്കാം. നീ അവിടെ നിക്ക്. ക്രിസ്മസിന് ഡെക്കറേഷന് വേണമെങ്കിൽ ഞാൻ നിക്കാം. അത് കഴിഞ്ഞ് പാട്ടി കേൾക്കാൻ എന്നോട് പറയരുത്. ആ പട്ടി അടിച്ചപ്പോ പോലും ഇത്രയും ബുദ്ധിമുട്ടുണ്ടായില്ല. എന്താ വെച്ചു അങ്ങനെ പറയല്ലേ? അച്ഛനും പാടിക്കോട്ടെ. എന്റെ പാട്ട് ശരിക്ക് കേട്ടില്ല മക്കളെ. എന്തായാലും ഞാൻ അതൊന്നുകൂടി പാടാം. മഞ്ഞു പെയ്യുന്ന രാത്രി നേരത്ത് ഉണ്ണിയേശു പിറന്നല്ലോ. അയ്യോ അച്ഛാ, നമ്മുടെ പശുക്കളെ കെട്ടയച്ചു ഓടുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ മാമന്റെ പാട്ട്. ശരിയാ, ഈ പാട്ട് കേട്ടാൽ ഉണ്ണിയേശു വരെ എഴുന്നേറ്റ് ഓടും. അപ്പൊ ഇനി ആരും പാട്ട് പാടണ്ട. എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.